Hi guys, welcome to Shanks Info. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡിജിറ്റൽ ടെസ്റ്ററിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ടപ്പാരിയ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഡിജിറ്റൽ ടെസ്റ്ററാണ്. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾക്ക് LCD ഡിസ്പ്ലേ വരുന്നുണ്ട്. ഓക്കെ, നോർമൽ ടെസ്റ്ററിന് ഇതൊന്നും വരുന്നില്ല. ഓക്കെ, ജസ്റ്റ് ഒരു ബൾബ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ജസ്റ്റ് ഒരു ഇൻഡിക്കേറ്റർ മാത്രമേ ഉള്ളൂ ടെസ്റ്റ് ചെയ്യാൻ. ഇതിനകത്ത് നിങ്ങൾക്ക് ഈ LCD ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് വോൾട്ടേജിൻ്റെ റീഡിങ് കൂടി കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ രണ്ട് മോഡലുണ്ട്. ഇത് MDT81 എന്ന് പറഞ്ഞ മോഡലാണ്. ഇതിനകത്ത് ഡിസ്പ്ലേ മാത്രമേ ഉണ്ടാവുള്ളൂ. മറ്റൊരു മോഡൽ നിയോൺ ബൾബും കൂടി ഉണ്ടാവും, അതായത് ലൈറ്റ് ഇൻഡിക്കേറ്ററും കൂടി ഉണ്ടാവും. അതിൻ്റെ മോഡൽ MDTN82 എന്ന് പറഞ്ഞൊരു മോഡലാണ്. രണ്ടും ടപ്പാരിയയുടെ തന്നെയാണ്. ഓക്കെ, ടപ്പാരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫേമസ് കമ്പനിയാണ്, ടൂൾസും ഇതൊക്കെ മാനുഫാക്ചർ ചെയ്യണേ. ഓക്കെ, ഞാനിപ്പോൾ പ്രൊഡക്റ്റ് ഏകദേശം ഒരു 1 year 2 years ആയി ഉപയോഗിക്കുന്നു. പ്രോബ്ലംസ് ഒന്നുമില്ല. ഓക്കെ, ഇതെങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് സാധാരണ ഒരു നോർമൽ ലൈൻ ടെസ്റ്ററിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കെ, പറയേണ്ട കുറച്ച് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഓപ്ഷൻസ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്, ബട്ടൺ. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും, ഫസ്റ്റ് ബട്ടനാണത്. അത് പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈനിൻ്റെ ഡയറക്റ്റ് റീഡിങ് കിട്ടും. ഓക്കെ, എത്ര വോൾട്ടേജ് വരെ ഉണ്ടെന്നുള്ളതിൻ്റെ റീഡിങ് കിട്ടും. പിന്നെ ഇൻഡക്റ്റൻസ് ബ്രേക്ക് പോയിൻറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട്. അത് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലൈൻ കൂടി പാസ് ചെയ്യുകയാണെങ്കിൽ ലൈനിൽ എവിടെയെങ്കിലും ബ്രേക്ക് ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. ബ്രേക്ക് ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഇൻഡിക്കേഷൻ വരില്ല. ഓക്കെ, ബ്രേക്ക് ഇല്ലെങ്കിൽ അത് കംപ്ലീറ്റ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇൻഡിക്കേഷൻ ഓൺ ആയിരിക്കും. ഓക്കെ, ഡിജിറ്റൽ ടെസ്റ്റർ വരുന്നത്. ഓക്കെ, ഇത് നമ്മുടെ നോർമൽ ടെസ്റ്റർ നിങ്ങൾ ഇലക്ട്രീഷ്യന്മാരുടെ കയ്യിലൊക്കെ കണ്ടു കാണും. ഇതാണ് നോർമൽ ടെസ്റ്റർ വരുന്നത്. ഓക്കെ, ഇതിനകത്ത് ജസ്റ്റ് ഒരു ഇൻഡിക്കേറ്റർ മാത്രമേ ഉള്ളൂ. ഇതും കണ്ടോ, ഇതും ടപ്പാരിയ എന്ന് പറഞ്ഞ കമ്പനിയുടെ തന്നെയാണ്. ഓക്കെ, ഇല്ല ജസ്റ്റ് ഒരു ഇൻഡിക്കേറ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് കറണ്ട് ഫ്ലോ ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള വയേഴ്സിൽ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതായത് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡിജിറ്റലിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വയറിൻ്റെ ഇൻസുലേഷൻ്റെ ഔട്ട്സൈഡ് വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ ഇൻസുലേഷൻ്റെ ഔട്ട്സൈഡ് വെച്ചിട്ട് നമുക്ക് കറണ്ട് ഫ്ലോ ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. ഓക്കെ, അതേപോലെ ഇതിനകത്ത് ജസ്റ്റ് ഇൻഡിക്കേറ്റർ ഉള്ള കാരണം നിങ്ങൾക്ക് ലോ വോൾട്ടേജ് ആണോ വോൾട്ടേജ് എന്തോരം ഉണ്ടെന്ന് അറിയാൻ പറ്റില്ല. അതേസമയം ഈ ഡിവൈസ് ഉപയോഗിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്കും അതും അറിയാൻ പറ്റും. ഏകദേശം ഒരു വോൾട്ടേജ് ലെവൽ കാണിക്കും. എക്സാക്ട് മെഷർമെൻ്റ് അല്ല, എന്നാലും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ലോ വോൾട്ടേജ് ആണോ അതേ കറക്റ്റ് വോൾട്ടേജ് വരുന്നുണ്ടോ നിങ്ങളുടെ ലൈനിൽ നിന്ന് അഡ്വാൻറ്റേജ് കിട്ടും, ഇൻഫർമേഷൻ കിട്ടും. പിന്നെ നമുക്ക് ഈ പറഞ്ഞ ഒരു ബ്രേക്ക് പോയിൻറ്റ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ എങ്ങനെ ഇത് യൂസ് ചെയ്യാൻ പറ്റണമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇനിയൊരു സോക്കറ്റ് എടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഇലക്ട്രിക്കൽ സോക്കറ്റ് വരുന്നത്. ഓക്കെ, ഈ സോക്കറ്റിൻ്റെ സ്വിച്ച് ഞാൻ ഇതായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഓൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ കറണ്ട് വരും. റൈറ്റ് സൈഡിലാണ് ലൈൻ വരിക. ഓക്കെ, നമ്മുടെ നോർമൽ ടെസ്റ്ററാണിത്. നോർമൽ ടെസ്റ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നോർമൽ ടെസ്റ്റർ നമ്മൾ ആ ലൈനിൻ്റെ ഏരിയയിലേക്ക് വയ്ക്കുമ്പോഴത്തേക്കും കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഇൻഡിക്കേറ്റർ ലൈറ്റ് ചെയ്യും. കണ്ടോ, ഇവിടെ കാണുന്നുണ്ട്, ലൈറ്റ് അപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, അതിനകത്തേക്ക് കറണ്ട് വരുന്നുണ്ട്. ഇതും സെയിം തന്നെയാണ്, രണ്ട് സൈഡും ലൈൻ ആയത് കാരണം രണ്ടിലേക്കും ലൈൻ വരും. ഇൻഡിക്കേറ്റർ ഓൺ ആണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഡിജിറ്റൽ ടെസ്റ്റർ വെച്ച് നോക്കാം. ഡിജിറ്റൽ ടെസ്റ്റർ ഒന്ന് ജസ്റ്റ് വയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഇൻഡിക്കേറ്റർ കാണും. കണ്ടോ, ഇനിയിപ്പോൾ ഡയറക്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബട്ടൺ അടിക്കുക. ഓക്കെ, അത് ടോപ്പിലെ ബട്ടണാണ്. അത് അടിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് 220 വോൾട്ട്സ് കാണാൻ പറ്റും. കണ്ടോ, പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 220 വോൾട്ട്സ് വരെ കാണാൻ പറ്റും. 12, 36, 55, 110, 220 വോൾട്ട്സ്. ഇനി താഴത്തെ സെയിം തന്നെ. ഓക്കെ, നമ്മളൊന്നും ചെക്ക് ചെയ്തില്ലെങ്കിൽ അതിനകത്ത് ഒരു സൈൻ കാണും, ഇൻഡിക്കേറ്റർ കാണും, പിന്നെ 12 വോൾട്ട്ന്ന് ചെയ്തു. അപ്പം നമ്മൾ ഡയറക്റ്റ് ടെസ്റ്റ് അടിക്കുക. അപ്പം നമുക്ക് ഇതേപോലെ തന്നെ കാണാൻ പറ്റും 220 വോൾട്ട്സാണ് സപ്ലൈ വരുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വോൾട്ടേജ് മെഷർമെൻറ്റ് ടാബ് ഉള്ളതുകൊണ്ട്, ഇൻഡിക്കേഷൻ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് വോൾട്ടേജ് കുറവാണെങ്കിൽ 110 ആണെങ്കിൽ 110 വരെ കാണിക്കും. 110 എബവ് ആണെങ്കിലും 220 എത്തിയിട്ടില്ലെങ്കിൽ 220 ബ്ലിങ്ക് ചെയ്യില്ല, ഡിസ്പ്ലേ ചെയ്യില്ല. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് വോൾട്ടേജ് ലെവൽ കാണാൻ പറ്റും. ലോ വോൾട്ടേജ് ആണോ നിങ്ങളുടെ സപ്ലൈയിൽ വരുന്നത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും.
ഓക്കെ, നോർമൽ ടെസ്റ്റർ വെച്ചിട്ട് ഇതൊന്നുമില്ല. നോർമൽ ടെസ്റ്റർ വെച്ച് നമ്മൾ കണ്ടു, ജസ്റ്റ് ഒരു ഇൻഡിക്കേഷൻ മാത്രമേ ഉള്ളൂ. അതിനകത്ത് കറണ്ട് ഫ്ലോ ഉണ്ട്, കറണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട്, ലൈൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ന്യൂട്രലൊന്നും വർക്ക് ചെയ്യില്ല, നിങ്ങൾക്ക് അറിയാം, ആസ് യൂഷ്വൽ. കണ്ടോ, ന്യൂട്രലൊന്നും വരില്ല. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂട്രലൊന്നും വരില്ല. പ്രസ് ചെയ്തിട്ടുണ്ട്, ഡയറക്റ്റ് ടെസ്റ്റ് പ്രസ് ചെയ്തിട്ടുണ്ട്, ഇൻഡക്ഷൻ ടെസ്റ്റ് പ്രസ് ചെയ്യുകയാണെങ്കിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഡയറക്റ്റ് ടെസ്റ്റ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും കാണില്ല. ഓക്കെ, ന്യൂട്രൽ കറണ്ട് വരാറില്ല. ഫ്ലോ വന്നിട്ടുണ്ടെങ്കിൽ ന്യൂട്രൽ വയറിലേക്ക് കറണ്ട് പോവുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് ലൈൻ വെച്ച് നോക്കാം, നമ്മുടെ വയേഴ്സ് വെച്ച് നോക്കാം, നമുക്ക് എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ പറ്റുകയെന്ന്. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ടു ഈ സോക്കറ്റിൽ പവർ ഉണ്ട്. ഓക്കെ, റൈറ്റ് സൈഡിലെ ലൈൻ വരുന്നത്, ആ ലൈനിലേക്ക് ഞാൻ രണ്ട് സൈഡും എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു വയറാണ് എടുത്തേക്കുന്നത്. നടുക്ക് കംപ്ലീറ്റ് ഇൻസുലേഷൻ ഉണ്ട്. ഇതിങ്ങനെ ഓപ്പൺഡ് ആയത് കാരണം ഇതിനകത്തേക്ക് ഞാൻ ഇറക്കി വയ്ക്കുകയാണ് സോക്കറ്റിൻ്റെ അകത്തേക്ക്. എന്നിട്ട് സ്വിച്ച് ഓൺ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ലൈനിൻ്റെ അകത്തേക്ക് നമുക്ക് പവർ വരുന്നുണ്ട്. നമുക്ക് നോർമൽ ടെസ്റ്റർ വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, ഇൻഡിക്കേറ്റർ ഫ്ലാഷ് ആവുന്ന കണ്ടോ? ഇപ്പോൾ ഡയറക്റ്റായിട്ട് ലൈൻ വരുന്നുണ്ട്. ബാക്കിയുള്ള സ്ഥലം ഇൻസുലേഷനിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷനും കിട്ടില്ല, ഇതിനകത്ത് ലൈൻ ഉണ്ടോ ഇല്ലേ. നിങ്ങൾ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ലീഡ്സിൽ വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ ലൈൻ ഉണ്ടോ ഇല്ലേ എന്ന്, നോർമൽ ടെസ്റ്റർ. ഇനി നമ്മൾ ഡിജിറ്റൽ ടെസ്റ്റർ എടുത്തിട്ട് നമ്മൾ ഡയറക്റ്റ് ടെസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ആ എഡ്ജിൽ അടിക്കുക. ഓക്കെ, നമ്മുടെ എഡ്ജിൽ ടച്ച് ചെയ്യുക, മറ്റേ നോർമൽ ടെസ്റ്റർ ചെയ്യണ പോലെ തന്നെ. എന്നിട്ട് ഇവിടെ ഡയറക്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ അടിക്കുക. ഫസ്റ്റ് ബട്ടണാണ്. അത് അടിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും വോൾട്ടേജ് 220 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. കണ്ട, 220 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇതേപോലെ തന്നെ വോൾട്ടേജ് നിങ്ങളുടെ ലൈനിൽ ചെക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ 220 വോൾട്ട് ഉണ്ട്. നിങ്ങൾക്ക് ലോ വോൾട്ടേജ് ആണെങ്കിൽ 110, 55 അങ്ങനത്തെ ഒരു റീഡിങ്ങിലേക്ക് പോകും. ലോ വോൾട്ടേജ് ആണെങ്കിൽ യൂഷ്വലി 110 കാണിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 220 എത്തിയാലേ 220 കാണിക്കുന്നുള്ളൂ. അതേപോലെ 110 എബോവ് ആണെങ്കിൽ 110 വരെ കാണിക്കും. 220 എത്തിയിട്ടില്ല, ഇപ്പോൾ 200 ഉള്ളുവെങ്കിലും 110 വരെ ഡിസ്പ്ലേ കാണിക്കുള്ളൂ. അപ്പോൾ 220 എത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ 220 കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് കറക്റ്റ് വോൾട്ടേജ് ആണ്. 110 ഒക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ലോ വോൾട്ടേജ് ആയിരിക്കും. ഓക്കെ, ഇത് വെച്ചിട്ട് ഇതേപോലെ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് നമ്മുടെ നോർമൽ ടെസ്റ്റ് വെച്ചിട്ട് ചെക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മുടെ ഈ ഇൻസുലേഷനിൽ ഞാനിങ്ങനെ വയ്ക്കുകയാണ്. ഓക്കെ, ഇവിടെ കണ്ടോ വോൾട്ടേജിൻ്റെ സിമ്പിൾ കണ്ടോ? ഇൻസുലേഷനിൽ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വോൾട്ടേജിൻ്റെ സിമ്പിൾ കാണാൻ പറ്റും. ഓക്കെ, ഇതിനകത്ത് ലൈൻ പാസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ സിമ്പിളാണത്. നിങ്ങളുടെ നോർമൽ ടെസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റില്ല. നോർമൽ ടെസ്റ്റർ എക്സ്പോസ്ഡ് ആയിട്ടുള്ള വയർ ലീഡ്സിൽ മാത്രം വച്ചിട്ടുണ്ടെങ്കിലേ കാണാൻ പറ്റുള്ളൂ, നമുക്ക് ഇൻഡിക്കേഷൻ വർക്ക് ചെയ്യുള്ളൂ. ഇതിനകത്ത് നമുക്ക് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഇൻഡിക്കേഷൻ വരും. ഓക്കെ, എവിടെ ലൈനിൽ വെച്ചാലും ഈ ഇൻഡിക്കേഷൻ വരും. കണ്ടോ, ഇൻഡിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ കൂടി ലൈൻ പാസ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ലൈനിൽ ബ്രേക്ക് ചെയ്യാതെ തന്നെ, ലൈൻ നമുക്ക് എക്സ്പോസ് ചെയ്യാതെ തന്നെ നമുക്ക് ആ ലൈനിൽ നമുക്ക് നമുക്ക് വോൾട്ടേജ് പാസ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. വേറെ നോർമൽ ടെസ്റ്റർ കൊണ്ട് അത് പറ്റില്ല. ഓക്കെ, ഇനി നമുക്ക് ഓഫ് ചെയ്യാണ്. ഓക്കെ, റിമൂവ് ചെയ്യാണ്. ഈ ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. നമ്മുടെ ഇൻഡക്റ്റൻസ് ബ്രേക്ക് പോയിൻറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, അതെങ്ങനെയാണ് നമുക്ക് വർക്ക് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ നമ്മുടെ സോക്കറ്റ് എടുത്തിട്ട് ഒരു 2 പിൻ വെച്ചിട്ട് ഒരു ഫേസും ന്യൂട്രലും ഈ വയർ ഒരു പൈപ്പിൽ കൂടി കൊടുത്തിട്ട് കണക്റ്റേഴ്സ് വെച്ചിട്ട് നമ്മുടെ ബൾബിലേക്ക് കൊടുത്തേക്കാണ്. ഇനിയിപ്പോൾ നമ്മുടെ മെയിൻ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴത്തേക്കും, അല്ല മറ്റേ സോക്കറ്റിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴത്തേക്കും ഈ ബൾബ് കത്തുന്നുണ്ട്. അതായത് ഈ വയസ്സിൽ കൂടിയൊക്കെ കറണ്ട് ഫ്ലോ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് നോക്കാം. ഇതെങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യും? ഇപ്പോൾ പൈപ്പിൻ്റെ ഔട്ട് സൈഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ നമ്മുടെ നോർമൽ ടെസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ഡിറ്റക്ഷൻ വരില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് എക്സ്പോസ്ഡ് ഏരിയാസ് വേണം. വയേഴ്സിൻ്റെ ലീഡ്സിലേക്ക് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തുള്ള ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുള്ളൂ. അതേസമയം നമ്മുടെ ഡിജിറ്റൽ ടെസ്റ്റർ വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. നമുക്കൊന്ന് ടച്ച് ചെയ്ത് നോക്കാം. പൈപ്പിൻ്റെ ഔട്ട് സൈഡ് ഏരിയയാണ് ഇപ്പോൾ ടച്ച് ചെയ്യുന്നത്. ഞാൻ സൂം ചെയ്യാം. ഓക്കെ, പൈപ്പിൻ്റെ ഔട്ട് സൈഡ് ഏരിയയാണ് ഞാനിപ്പോൾ ടച്ച് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിനകത്ത് ഇൻഡിക്കേഷൻ കാണാൻ പറ്റും, വോൾട്ടേജ് ഇൻഡിക്കേഷൻ. ഞാൻ 2 ബട്ടണും അടിക്കുന്നില്ല. ഓക്കെ, വോൾട്ടേജ് ഇൻഡിക്കേഷൻ കാണാൻ പറ്റും. കണ്ടോ? പിന്നെ അതിനകത്ത് കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. ഈ പൈപ്പിൽ കൂടി ഫേസും ന്യൂട്രലും 2 വയറാണ് പോകുന്നത്. ഫേസിൽ കൂടി കറണ്ട് പോയിട്ട് ന്യൂട്രൽ ത്രൂ തിരിച്ച് റിട്ടേൺ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വയറിനകത്തുള്ള വയേഴ്സിൽ കൂടി നമുക്ക് വോൾട്ടേജ് ഉണ്ട്. അപ്പം നമുക്ക് നമ്മുടെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള
മറ്റേ എന്തെങ്കിലും നമ്മുടെ പൈപ്പ് ഉണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത്, വീടിൻ്റെ മഡിൽ എവിടെയെങ്കിലും കുഴിച്ചിട്ടിട്ടുണ്ട്, ആ പൈപ്പിൽ കൂടി നമുക്ക് വയേഴ്സ് ഉണ്ട്. വയേഴ്സ് ആണെങ്കിൽ നമുക്ക് വോൾട്ടേജ് ഉണ്ടോ, നമ്മൾ ഏതെങ്കിലും സ്വിച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ വോൾട്ടേജ് പോകുന്നുണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ നമുക്ക് ഈ പെർട്ടിക്കുലർ ഡിവൈസ് വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ആ സമയം നിങ്ങൾ സാധാരണ ടെസ്റ്റർ വെച്ചിട്ട് പറ്റില്ല. ഓക്കെ, ഇതിനകത്ത് വോൾട്ടേജ് ഉണ്ടോ, ഇതിനകത്ത് ഇൻഡക്ഷൻ കറണ്ട് കാണിക്കുന്ന മെയിനായിട്ട് വോൾട്ടേജ് ഉണ്ടോ എന്ന് നമുക്ക് കാണാൻ പറ്റും, ഈസി ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, പൈപ്പിൽ ടച്ച് ചെയ്താൽ തന്നെ, വയറിൽ തന്നെ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിനി എന്താണ് ഇതിൻ്റെ ഇൻഡക്റ്റൻസ് ബ്രേക്ക് പോയിൻറ്റ് ടെസ്റ്റ് എന്നുകൊണ്ട് നോക്കാം. ഓക്കെ, അത് ഇപ്പോൾ ഞാനിപ്പോൾ നേരത്തെ പോലെ തന്നെ സോക്കറ്റിലേക്ക് ഈ പ്ലഗ് കുത്തിയിട്ടുണ്ട്. നമുക്ക് ഓൺ ചെയ്യാം. ഓക്കെ, ഈ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്ത് വോൾട്ടേജ് ഉണ്ട്, കറണ്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ കാണാൻ പറ്റും, കാണുന്നുണ്ടല്ലോ അല്ലേ, വോൾട്ടേജിൻ്റെ സിമ്പിൾ വരും. ഓക്കെ, നമുക്ക് ഇനി ഈ ബ്രേക്ക് പോയിൻറ്റ് ഇൻഡക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ അടിച്ചുകൊണ്ട് നമുക്ക് ഈ ലൈനിൻ്റെ ഇതേ കൂടി പാസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ നോക്കിക്കോ, ആ വോൾട്ടേജിൻ്റെ സിമ്പിൾ നോക്കിക്കോ. ഓക്കെ, അത് ആക്റ്റീവാണ്. ഇത് നമ്മുടെ പൈപ്പിൻ്റെ ഇതേ കൂടിയാണ് പോകുന്നത്. ഓക്കെ, വോൾട്ടേജ് ഉള്ളതുകൊണ്ടാണ്. കണ്ടോ, അത് പോയി, ഇവിടെ വെച്ചിട്ട് അത് പോയി. ഓക്കെ, ഇനി നമുക്ക് മറ്റേ വോൾട്ടേജിൻ്റെ നോക്കാം. ബ്രേക്ക് പോയിൻറ്റ് ഇൻഡക്റ്റൻസ് ബ്രേക്ക് പോയിൻറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പൈപ്പിൻ്റെ ടോപ്പിൽ കൂടി ഇങ്ങനെ ഈ ടെസ്റ്റർ ഓടിക്കാം. നമുക്ക് ഡിജിറ്റൽ ടെസ്റ്റർ ഓടിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിനകത്ത് ഇൻഡിക്കേറ്റർ ഉണ്ട്, വോൾട്ടേജിൻ്റെ ഇൻഡിക്കേറ്റർ ഉണ്ട്, ഇൻഡക്ഷൻ വോൾട്ടേജ് ഉണ്ട്. ഓക്കെ, ഇവിടെയൊക്കെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഈ ഒരു പൊസിഷൻ എത്തുമ്പോഴത്തേക്കും അത് കാണുന്നില്ല. ഓക്കെ, ഞാൻ ഈ ബട്ടൺ പ്രസ്ഡാണ്, കാണുന്നില്ല. ഓക്കെ, ഇതാണ് ഇതിൻ്റെ വർക്കിംഗ്. ആക്ച്വലി ഇൻഡക്ഷൻ ബ്രേക്ക് പോയിൻറ്റ് ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇത്രയും വന്നേക്കണ ലൈൻ എവിടെയോ ബ്രേക്ക് ഉണ്ട്, അതുകൊണ്ടാണ് ആ ഇൻഡക്ഷൻ വോൾട്ടേജ് ഡിറ്റക്റ്റ് ചെയ്യാത്തത്. നമുക്ക് ഇതൊരു പൈപ്പാണ്, ഞാനിപ്പോൾ സാമ്പിൾ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി വച്ചേക്കുന്നതാണ്. ഓക്കെ, നമുക്ക് റിമൂവ് ചെയ്ത് നോക്കാം. നമ്മൾ ഈ പൈപ്പ് റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെയൊക്കെ നമ്മുടെ ലൈൻ കറക്റ്റാണ്, അവിടെ നിന്ന് വരുന്ന ലൈനാണ്. ഒന്ന് ഓഫ് ചെയ്തോട്ടെ. ഇവിടെയൊക്കെ കണ്ടോ, ഈ ലൈനിവിടെ ബ്രേക്ക് ഉണ്ട്. ഈ രണ്ട് ലൈൻ ഇവിടെ ഇതിനകത്ത് ബ്രേക്കായിട്ട് ഇരിക്കുകയാണ്. ഇതിൻ്റെ രണ്ട് എൻഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇത് ഈ രണ്ട് ലൈനിന് ബ്രേക്കായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ വോൾട്ടേജ് ഡിറ്റക്ഷൻ കാണിക്കാഞ്ഞത്, നേരത്തെ നമുക്ക് കാണിക്കാഞ്ഞ വന്നത്. കാരണം ആ ടെസ്റ്റിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ബ്രേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളത് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് റോൾ ഓവർ ചെയ്യുകയാണെങ്കിൽ ആ ബ്രേക്ക് വന്ന അടുത്തതിന് ശേഷം ആ ഇൻഡക്ഷൻ വോൾട്ടേജ് കാണിക്കില്ല. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഏതോ ലൈനിൽ ബ്രേക്ക് ഉണ്ടെന്ന്. അതാണ് ഈ ഇൻഡക്റ്റൻസ് ബ്രേക്ക് പോയിൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഈ ഡിജിറ്റൽ ടെസ്റ്റർ എന്ന് കണ്ടു. ഓക്കെ, എന്തൊക്കെയാണ് അതിൻ്റെ ഓപ്ഷൻസും ഫീച്ചേഴ്സും, എങ്ങനെയാണ് നമുക്ക് വോൾട്ടേജും എല്ലാം മെഷർ ചെയ്യാൻ പറ്റുന്നതെന്നും അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ, നമ്മുടെ നോർമൽ ടെസ്റ്ററും ഡിഫറൻസും എല്ലാം നമുക്ക് കണ്ടു. ഓക്കെ, ഇതിന് വലിയ പ്രൈസ് ഒന്നുമില്ല, നിങ്ങൾക്ക് സുഖമായിട്ട് ആമസോണിൽ നിന്ന് ഒക്കെ മേടിക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.